പ്രിയപ്പെട്ടവർ, അക്ബർ സ്നേഹക്കൂട്. അങ്ങനെ ഞങ്ങൾ നുബ്ര വാലിയിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ ലോകത്തെ ഏറ്റവും മനോഹരമായ പാങ്കോങ് തടാകത്തിലേക്ക്, ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ നിലത്തടാകം സാൾട്ട് വാട്ടർ ലേക്കാണ് പാങ്കോങ്ങിലേക്ക്. അവിടേക്കുള്ള യാത്രയിൽ 600 അടി ഉയരമുള്ള ഒരു ബുദ്ധ ക്ഷേത്രത്തിൽ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുണ്ട്. 600 വർഷം പഴക്കമുള്ള ഒരു ബുദ്ധ ടെമ്പിളാണിത്, മൊണാസ്ട്രിയാണ്. ഈ മൊണാസ്ട്രി ഒരുപാട് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഒരുപാട് ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രയർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വളരെ വളരെ സ്പിരിച്വലായിട്ടുള്ളൊരു വൈബ് നമുക്ക് നൽകിക്കൊണ്ട് ഇവിടെ നടക്കുന്ന ഈ പ്രയറിലെല്ലാം പല രാജ്യത്തു നിന്നുമുള്ളവരാണ്, സന്ദർശകരാണ് കേട്ടോ. അതിന് നേതൃത്വം കൊടുക്കുന്നത് കാലിഫോർണിയയിൽ നിന്ന് വന്ന ഈ ലേഡിയാണ്. ആ മെറൂൺ കളർ ജാക്കറ്റ് ഇട്ട ലേഡി കണ്ടോ, അവരൊരു ബുദ്ധിസ്റ്റാണ്. ഷീ ഈസ് എ സ്പിരിച്വൽ വുമൺ. അപ്പോൾ ഞാനും അവരുടെ കൂടെ കൂടി. ഞാനിവിടെ 1 മണിക്കൂറോളം മെഡിറ്റേറ്റ് ചെയ്തു. കാരണം ഇത് ഏകദേശം 16,000 അടി ഉയരത്തിലാണുള്ളത് ഈ ബുദ്ധ ടെമ്പിള്. അപ്പോൾ അതൊരു ഭയങ്കര വൈബ് തന്നെയാണ് കേട്ടോ. എന്താ പറയുക, ഞാൻ അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചു. അവരെല്ലാവരും കൂടെ ഇരുന്ന് ഓം മനി പത്മേഹം, പത്മേഹം, മണി പത്മേഹം, മണി പത്മേഹം. ഞാൻ എല്ലാവർക്കും ഒന്ന് കൈകൂപ്പി ഒന്ന് ഷേക്ക് ഹാൻഡ് കൊടുത്തു. ഇവരാണ് ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ആൾ. ഷീസ് ഫ്രം കാലിഫോർണിയ, US. ഓക്കെ, അവരെ പരിചയപ്പെട്ടു, ഞാൻ എന്നെ പരിചയപ്പെടുത്തി. സുഹൃത്തുക്കളെ, ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ, എന്താ ഞാൻ പറയുക, ബ്രെത്ത് ടേക്കിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിമനോഹരമായ. ഇത് 33 മീറ്റർ ഉയരമുള്ള ഒരു സ്റ്റാച്ചു ആണ്, ബുദ്ധ സ്റ്റാച്ചു, മൈത്രേയ ബുദ്ധ. ആ കാണുന്നത് ഒരു വലിയ മൊണാസ്ട്രിയാണ്. അതാ കാണുന്നത് കണ്ടോ നിങ്ങൾ, വലിയൊരു മൊണാസ്ട്രി, വളരെ ഓൾഡ്. എത്രയോ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു മൊണാസ്ട്രിയാണത്. ഈ ബുദ്ധ സ്റ്റാച്ചുവിന് 600 വർഷത്തെ പഴക്കമുണ്ട്. മനോഹരമായ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തോന്നുന്നില്ല എനിക്ക്. കാരണം ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാറ്റുണ്ടല്ലോ. ഞാൻ 1 മണിക്കൂർ അവിടെ അങ്ങോട്ട് ഇരുന്നു. സമയം വൈകിക്കോട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ ഡ്രൈവർ പറഞ്ഞു, സാർ നമുക്ക് ഒരുപാട് സഞ്ചരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എത്ര സഞ്ചരിക്കാനുണ്ടെങ്കിലും നോ പ്രോബ്ലം. ഞാനവിടെ 1 മണിക്കൂർ ഇരുന്ന് അങ്ങ് മെഡിറ്റേറ്റ് ചെയ്തു. വാവ്. ആ വൈബ് എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ അവിടെ ഉണ്ടാവണം. ഓക്കെ, ഏതായാലും ഇവിടെ നിന്നുള്ള കാഴ്ചയുണ്ടല്ലോ, ഭൂമിയിൽ എവിടെയും നിങ്ങൾക്ക് ഇത്ര മനോഹരമായ കാഴ്ച വസന്തം നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. അത്ര മനോഹരമാണിത്. ചുറ്റും മലകളാണ്. 360 ഡിഗ്രീസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 360 ഡിഗ്രി ചുറ്റും ഹിമവൽ ശൃംഗങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു വലിയ താഴ്വാരത്തിൽ 633 മീറ്റർ ഉയരത്തിൽ ഒരു ടെമ്പിള്, ബുദ്ധ സ്റ്റാച്യു, ഒരു മൊണാസ്ട്രി. അതിൻ്റെ പരിസരത്തൊരു വലിയ വെരി ഓൾഡ് മൊണാസ്ട്രി, ഏകദേശം 1500ഓളം വർഷം പഴക്കമുള്ള മൊണാസ്ട്രി. അപ്പോൾ അവിടെ ഈ പ്ലാറ്റ്ഫോമിൽ, ടെമ്പിളിൻ്റെ മൊണാസ്ട്രിയുടെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, ഒരു 1 hour ഹിമാലയത്തിൻ്റെ നെറുകയിൽ, നെഞ്ചിൽ എന്ന് പറയാം അല്ലേ, നെഞ്ചിൽ. അതെ. അപ്പോൾ ഇനി ഇവിടെ നിന്നങ്ങോട്ട് ഞങ്ങൾ പാങ്കോക്കിലേക്ക് പോവുകയാണ്. ഒരുപാട് മനോഹരമായ ദൃശ്യങ്ങൾ, പ്രകൃതി ദൃശ്യങ്ങൾ ഇനി കാണാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ പ്രകൃതിയിലെ അത്ഭുതങ്ങളുടെ കാഴ്ചകൾ, മിറാക്കുലസ് ആയിട്ടുള്ള
മാജിക്കലായിട്ടുള്ള കാഴ്ചകളും വ്യൂസൊക്കെ ഞങ്ങൾ കാണാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ചെറുതായി ഒന്ന് വിവരിക്കാം. പാങ്കോങ് സോ എന്നാണ് പാങ്കോങ് തടാകത്തിൻ്റെ പേര്. പാങ്കോങ് തടാകത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് 700 കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്ററാണ് കേട്ടോ. 700 സ്ക്വയർ കിലോമീറ്റർ, 13,000 അടി സമുദ്ര ലെവലിൽ നിന്നും ഉയരത്തിൽ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ഈ നീലത്തടാകം 700 സ്ക്വയർ മീറ്ററിൽ ഇങ്ങനെ കിലോമീറ്ററിൽ പരന്ന് കിടക്കുകയാണ്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ചൈനയിൽ നിന്നും ലഡാക്കിലേക്കുള്ള അതിൻ്റെ ലെങ്ത്ത് 134 കിലോമീറ്ററാണ്. ഇതിൻ്റെ 50% ടിബറ്റിലും ചൈനയുടെ അധീനതയിലുള്ള ടിബറ്റിലും 40% ഇന്ത്യയുടെ അധീനതയിലുള്ള ലഡാക്കിലും 10% ഡിസ്പ്യൂട്ടഡുമാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഡിസ്പ്യൂട്ടഡുമാണ്. ഇവരാണ് കാലിഫോർണിയക്കാരിയായ ആ ലേഡി. വെരി സ്പിരിച്വലായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ ഈ തടാകത്തിൻ്റെ ഏറ്റവും വിഡ്ത്തുള്ള ഭാഗം, വീതി കൂടിയ ഭാഗം 5 കിലോമീറ്ററാണ് കേട്ടോ. ഞെട്ടരുത്. നമ്മളിനി കാണാൻ പോകുന്ന പാങ്കോങ് തടാകത്തിന് ഞാൻ വിശദീകരിക്കുകയാണ്. 5 കിലോമീറ്റർ വിഡ്ത്താണ്. അതിൻ്റെ ഏറ്റവും വിഡ്ത്ത് കൂടിയത് എന്ന് പറയുന്നത് 5 കിലോമീറ്ററാണ്. അപ്പോൾ പാങ്കോങ് റേഞ്ച്, കൈലാഷ് റേഞ്ച്, ചാങ് ചെൻമോ റേഞ്ച്, അങ്ങനെ 3 റേഞ്ച് മലനിരകൾക്ക് നടുവിലാണ് 5 തടാകങ്ങൾ, ചെറിയ ചെറിയ തടാകങ്ങൾ വന്നതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ വിശ്വപ്രസിദ്ധമായ ഈ സുന്ദരി രൂപം കൊള്ളുന്നത്. പ്രകൃതിയിലെ ഈ സുന്ദരി രൂപം കൊള്ളുന്നത് അങ്ങനെയാണ്. ഈ പാങ്കോങ് തടാകം എന്ന് പറയുന്ന നീലക്കണ്ണുകളുള്ള സ്ത്രീകളെന്നൊക്കെ നമ്മൾ പറയില്ലേ, നീലത്തടാകമാണ്. നമുക്ക് തോന്നുന്നത് എന്താണിത്, പെയിൻറ്റോ നീല പെയിൻ്റാണെന്ന് തോന്നിപ്പോകുന്ന. ഇവിടെയൊക്കെ ക്ലൗഡ് ബസ്റ്റിന് സാധ്യതയുണ്ട് കേട്ടോ. ആ പർവ്വതങ്ങളിൽ വന്ന് മേഘം മുട്ടി നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ? ഈ ഏരിയയിലൊക്കെ ക്ലൗഡ് ബസ്റ്റിന് സാധ്യതയുള്ളതാണ്. എന്ന് വെച്ചാൽ മേഘവിസ്ഫോടനങ്ങൾ അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ എൻ്റെ ക്യാമറയിൽ അവിടുത്തെ അതിലൂടെ പറക്കുന്ന ഒരു വിമാനം അതാ ഞാൻ കാണുന്നുണ്ട്. അത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്ലെയിനാണ് കേട്ടോ. അതൊക്കെ നിരീക്ഷണ വിമാനങ്ങളാണ് എയർഫോഴ്സിൻ്റെ. പ്രിയപ്പെട്ടവരെ, ഭൂമിയിലെ അതിമനോഹരങ്ങളായ ഭൂപ്രദേശങ്ങളിലൊന്നായ ലഡാക്ക്, ഭൂമിയിലെ ഏറ്റവും സുന്ദരിയായ പാങ്കോങ് നീലത്തടാകം, ഈ യാത്രക്കിടയിൽ ആത്മീയതയുടെ വേറൊരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലാൻ ഉള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന മൊണാസ്ട്രി, ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി. ആ വിമാനം പോകുന്നത് കണ്ടോ? ഞാനിതൊക്കെ എടുക്കുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽ ആ വിമാനം കൂടെ വന്നു. വാവ്. അപ്പോൾ നമുക്ക് തോന്നും പെട്ടെന്ന് മഴ പെയ്യുമെന്ന്. ഇത് മഴയൊന്നും പെയ്യില്ല. മഴയുടെ ഒരു ഇതല്ല, അന്തരീക്ഷമല്ല അത്. പക്ഷേ അത് ചില സമയത്ത് ഇവിടെ മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു കടൽ താഴോട്ട് പതിക്കുക, അതാണ് മേഘവിസ്ഫോടനം. അപ്പോൾ ഇതൊരു വളരെ വളരെ ഉയരമുള്ളൊരു സ്റ്റാച്യുവാണ്. ഭീമാകാരമായ ഒരു ബുദ്ധിസ്റ്റ് സ്റ്റാച്യു ആണത്. ഈ ടെമ്പിൾ 600 കൊല്ലമായി. അതിനപ്പുറത്തുള്ള മൊണാസ്ട്രി ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള മൊണാസ്ട്രിയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പാങ്കോങ് തടാകത്തിൻ്റെ നമ്മുടെ ലൈൻ ഓഫ് കൺട്രോൾ പോകുന്ന തടാകത്തിൻ്റെ ഉള്ളിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്നും അതൊരു ഡിസ്പ്യൂട്ടഡ് ഏരിയ ആണ്. പെർമിറ്റ് എടുക്കാതെ അങ്ങോട്ട് പോകാൻ നമുക്ക് അനുവാദമില്ല. അപ്പോൾ പെർമിറ്റൊക്കെ എടുത്തിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് 3 ഇഡിയറ്റ്സ് എന്ന് പറയുന്ന സിനിമ അമീർ ഖാൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അമീർ ഖാൻ, മാധവൻ ഒക്കെ അഭിനയിച്ച ബോക്സ് ഓഫീസ് ഹിറ്റ് ചിത്രമായ 3 ഇഡിയറ്റ്സ് ഷൂട്ട് ചെയ്തത് ഈ പാങ്കോങ് തടാകത്തിൽ വെച്ചാണ്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. നമ്മൾ പാങ്കോങ് തടാകത്തിലേക്ക് ഇവിടെ നിന്നും പാങ്കോങ്ങിലേക്കുള്ള യാത്ര തുടങ്ങാനിരിക്കുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ മെഡിറ്റേഷനിലിരിക്കുകയാണ്. അത് കഴിഞ്ഞു. ഇപ്പം ഞങ്ങളിതാ യാത്ര തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇതൊരു മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾ പഷ്മീന ഷാൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ലോകത്തെ ഏറ്റവും മൃദുവായ വസ്ത്രം. ഇതാ കാണുന്നത് പഷ്മീന ആടുകളാണ്. ആട് മേയ്ക്കുന്ന ഒരു ചേച്ചിയെ ഞാൻ കണ്ടു, ഒരു പെങ്ങളെ കണ്ടു. അവർക്കൊരു ബിസ്ക്കറ്റ് കൊടുത്തു, വർത്തമാനങ്ങളൊക്കെ അന്വേഷിച്ചു. വിജനത എന്ന് പറയുന്നത്
വാക്കുകൾ കൊണ്ട് പോലും ആ വാക്കുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര വിജനതയ്ക്ക് പോലും വിജനത തോന്നുന്ന വിജനത അനുഭവപ്പെടുന്ന വിജനതയിൽ ഈ ഒരു അമ്മ, ഒരു ചേച്ചി, ഒരു സഹോദരിയാണ്. അവർ പഷ്മിന ആടുകളെ മേയ്ക്കുകയാണ്. ലോകത്ത് തന്നെ ഏറ്റവും വില കൂടിയ ആടുകളാണ്. ഇതിൻ്റെ രോമം എന്ന് പറയുന്നത്, ആ രോമം കൊണ്ടാണ് പഷ്മിന സിൽക്ക് ഉണ്ടാക്കുന്നത്, ഷാൾ ഉണ്ടാക്കുന്നത്. കാശ്മീർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഷ്മിന ഷാൾ കിട്ടും. വളരെ വില കൂടിയതാണ്. പക്ഷെ അത് ശരീരത്തിലിട്ടാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്ന് പോലും അറിയില്ല, അത്രയും സോഫ്റ്റാണ്. ഇതാണ് പഷ്മിന. അപ്പോൾ ഈ പഷ്മിന ഷാളുകൾ ഈ ആടിൻ്റെ രോമം അറുത്തെടുത്തിട്ടാണ് അത് ചാങ് താങ്കി എന്ന് പറയുന്ന ആടുകൾ. ഇത് ലഡാക്ക് മേഖലകളിൽ, ലഡാക്ക് പാങ്കോങ് ഏരിയകളിൽ മാത്രം വളരുന്ന ഒരു പ്രത്യേകതരം ഇനത്തിൽപ്പെട്ട ചാങ് താങ്കി എന്ന് പറയുന്ന ആടാണിത്. വളരെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ എന്ത് രസമെന്ന് അറിയാം. എനിക്കൊരു കുഞ്ഞിനെ കിട്ടി, ഞാൻ കുറേ നേരം താലോലിച്ച്. അപ്പോൾ ഈ ആടുകളിൽ നിന്നാണ് പഷ്മിന ഷാള് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ രോമം എടുക്കുന്നത്. ഏതായാലും ഇതൊരു മനോഹരമായ ഒരു അനുഭവമായിരുന്നു. എന്ന് വെച്ചാൽ ഒരിക്കലും ജീവിതത്തിലൊന്നും നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ എന്ന് പറയാലോ. അപ്പോൾ അക്ബർ സ്നേഹക്കൂട് എന്നും എന്നും എല്ലാവരോടും പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത് വളരെ നശ്വരമായ ടെമ്പററിയായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കെല്ലാവർക്കും കിട്ടിയതാണ്. ആ ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് യാത്ര എന്ന് പറയുന്നത്. യാത്ര നമ്മളെ ഒഴുക്കിക്കൊണ്ടിരിക്കും. കെട്ടി നിൽക്കുന്ന വെള്ളം ചീഞ്ഞു പോവും എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ജീവിതം. എവിടെയും നമ്മൾ കെട്ടി നിർത്തരുത് ജീവിതത്തെ. ജീവിതം ഇങ്ങനെ ഒഴുകണം. കാരണം കാലം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, പ്രകൃതി ഒഴുകിക്കൊണ്ടിരിക്കുക, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളിങ്ങനെ മാറാതിരുന്നാലോ? അപ്പോൾ നമ്മളിങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമാവണം. അപ്പോൾ ഈ യാത്രയിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് പറയാം, എനിക്കുണ്ടായത് ഞാൻ പറയാം. യാത്രയിലൂടെ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് നമുക്കുണ്ടാവും. യാത്രയിലൂടെ നമ്മുടെ ഒരുപാട് മോശമായ സ്വഭാവങ്ങളും ക്യാരക്ടറും നന്നാവും. യാത്രയിലൂടെ നമുക്ക് നമ്മളെ നന്നാക്കി തിരുത്തി ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. യാത്ര നമുക്ക് പകർന്നു തരുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് അത് എന്താ ഞാൻ പറയുക, അമൂല്യമായ അനുഭവങ്ങളാണ്. ഞാനിപ്പോൾ അങ്ങനെ നടന്നു. ഞാനിപ്പോൾ ചെറിയ കുട്ടികളെ പോലെ സ്വതന്ത്രനായിട്ട് ഇങ്ങനെ ഓടി കളിക്കണം അവിടെ. കാരണം അതിങ്ങനെ വിശാലമായിട്ട് പരന്ന് കിടക്കുകയില്ല. ഏതാണ്ട് ആ പെങ്ങൾ, നിങ്ങൾ ആ പെങ്ങളെ കാണുമ്പോൾ ഒരു സാധാരണ പാവപ്പെട്ട ഒരു സ്ത്രീയായിട്ട് തോന്നും കേട്ടോ. പക്ഷേ അവരുടെ സമ്പത്ത് എത്രയാണെന്നറിയോ? കാരണം അവരുടെ കയ്യിൽ നൂറുകണക്കിന് പഷ്മിന ഷാൾ ഉണ്ടാക്കുന്ന രോമങ്ങളും വഹിച്ചുകൊണ്ട് ഇതാണ് പഷ്മിന ചാങ് താങ്ങി ആടുവർഗത്തിൽ ഒരു കുഞ്ഞ്. വെരി ക്യൂട്ടാണ് അവൾ. എന്ത് ഭംഗിയെന്നറിയോ? അതിനെടുത്തിട്ട് ഞാനിങ്ങനെ കുറേ നേരം താലോലിച്ചു. എൻ്റെ അമ്മോ, അതിനെ അങ്ങോട്ട് കൊടുക്കാൻ തോന്നുന്നില്ല നമുക്ക്. ഇതിൽ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം ഇർഫാൻ എന്ന് പറയുന്ന ലഡാക്കിയൻ ചെറുപ്പക്കാരനെ. അദ്ദേഹം ലഡാക്കുകാരനാണ്. വളരെ അഡ്വഞ്ചറസാണ്. എല്ലാ ഭാഷയും നന്നായിട്ട് സംസാരിക്കും. ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും, ചൈനീസ് സംസാരിക്കും, ലഡാക്കികളുടെ പ്രാദേശിക ഭാഷ സംസാരിക്കും, ഹിന്ദി സംസാരിക്കും. ഇതൊരു സംഭവമാണ്. ഒരു ബഹുഭാഷ വിദഗ്ധനാണ് ഈ ചെറുപ്പക്കാരൻ. വളരെ ഫ്രണ്ട്ലിയാണ് ഞങ്ങളുമായിട്ട്. ഇവൻ ഭയങ്കരമായിട്ടുള്ള പാൻ പരാഗ് തിന്നുകൊണ്ടിരുന്നു കേട്ടോ, ഹാൻസും പാൻ പരാഗും. പക്ഷേ ഞാൻ അവനെ എൻ്റെ ഒരു കൂടെ പിറന്ന സഹോദരനെ പോലെ ഉപദേശിച്ച്, സത്യം പറയാൽ ആ ഒരൊറ്റ ഞങ്ങളുടെ ഏകദേശം 10 ദിവസം ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്ത് അയാൾ പാൻ പരാഗും ഹാൻസും ഉപേക്ഷിച്ചു. അയാൾ കല്യാണം കഴിച്ചു. ഇയാളുടെ ഈ ദുശ്ശീലം കാരണം അയാളുടെ ആദ്യ ഭാര്യ അയാളെ ഒഴിവാക്കി. പിന്നീട് ഇയാൾ ആ ദുശ്ശീലമൊക്കെ മാറ്റി അയാൾ വേറൊരു കല്യാണം കഴിച്ചു. ആ വിവരങ്ങളൊക്കെ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അറിയിക്കും. അപ്പോൾ എന്നോട് പറയും, അക്ബർ ഭായിയുടെ 10 ദിവസത്തെ നിങ്ങളുടെ കൂട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായതെന്ന് പറയും. അപ്പോൾ അത് നമുക്ക് വളരെ വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമല്ലേ? കാരണം നമ്മുടെ സാന്നിധ്യം കൊണ്ട്, സഹവാസം കൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരിക, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുക എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ അത് ആ യാത്രയിൽ അയാൾ മാത്രമല്ല ട്രാൻസ്ഫോർമേഷൻ, അയാൾക്ക് മാത്രമല്ല സംഭവിക്കുന്നത്, നമുക്കും അത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹം, കരുണ, സഹകരണം, വിട്ടുവീഴ്ച, പങ്കുവയ്ക്കൽ, ഇങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് യാത്രയിലൂടെ നമുക്കുണ്ടാവും. യാത്രയിൽ നമ്മൾ കാണുന്ന, പരിചയപ്പെടുന്ന, ആൾക്കാരുമായിട്ടുള്ള, സഹജീവികളായിട്ടുള്ള, ജീവജാലങ്ങളുമായിട്ട്, മനുഷ്യരുമായിട്ട്, പ്രകൃതിയുമായിട്ട്
പ്രകൃതിയായിട്ടൊക്കെ നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഏതായാലും അങ്ങനെ ഞങ്ങളുടെ ഈ യാത്ര കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഇപ്പോൾ നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന വിശ്വപ്രസിദ്ധമായ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പാങ്കോങ് സു എന്നറിയപ്പെടുന്ന പാങ്കോങ് തടാകത്തിൽ എത്തി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ അറ്റത്ത് കാണുന്നത് ചൈനയാണ്. ചൈനയുടെ ആ പർവ്വതങ്ങളൊക്കെ ചൈനയിലാണുള്ളത്. ഈ വലതുവശത്തേത് മുഴുവൻ ഇന്ത്യയിലാണ്. അങ്ങോട്ട് കാണുന്നത് ചൈനയാണ്. ഈ പാങ്കോങ് തടാകത്തിൻ്റെ 700 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള 134 കിലോമീറ്റർ നീളമുള്ള ഈ പാങ്കോങ് തടാകത്തിൻ്റെ 50% ടിബറ്റിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇന്ത്യയിലുള്ളത് മാത്രമാണ് കേട്ടോ. ഇതിനോട് ഇനി അപ്പുറത്ത് കിടക്കുന്നത് ടിബറ്റിലാണ്, ചൈനയിലെ. അത് ചൈനയുടെ ടിബറ്റാണ്. എന്നുവെച്ചാൽ ടിബറ്റ് ചൈനീസ് അധിനിവേശ ടിബറ്റിലാണ് 50% ഓഫ് ദ പാങ്കോങ് റിവർ ഉള്ളത്. അതാണിപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നി ഈ വെള്ളത്തിന് നീല നിറമാണെന്ന്. പക്ഷേ വെള്ളത്തിന് നീല നിറമൊന്നുമല്ല. പക്ഷേ ആ വെള്ളത്തിന് നീല നിറമായിട്ട് നമുക്ക് അനുഭവപ്പെടുകയാണ്. അത് ഈ സൂര്യപ്രകാശം തട്ടുന്നതനുസരിച്ച് ഇതിൻ്റെ കളറിന് വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ അതിലൊന്ന് കൈവച്ചാൽ അറിയും സംഗതി തണുത്തിട്ട് മരവിച്ചു പോകും, അത്ര തണുപ്പാണ്. പ്രിയപ്പെട്ടവരെ, സെപ്റ്റംബർ ഇവിടെ വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ പാങ്കോങ് തടാകമൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ എന്ന് പറയുന്നത് മെയ് ടു സെപ്റ്റംബറാണ്. കാരണം സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ ഇത് മുഴുവൻ ഐസാവും, വിൻ്ററാവും. വിൻ്ററായി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഐസ് ഫോളായിരിക്കും. ഈ തടാകം മൊത്തം ഒരു അന്റാർട്ടിക് ആയിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് വെറും ഐസ് മാത്രമായിരിക്കും. ഈ പർവ്വതങ്ങൾ മൊത്തം ഐസായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് മണ്ണ് കാണാൻ കഴിയില്ല, അത് മൊത്തം ഐസായിരിക്കും. അപ്പോൾ അതൊരു കാഴ്ചയാണ്. ഏതായാലും പിന്നെ കണ്ടോ, ഒരു കടൽ പോലെ പരന്ന് കിടക്കുകയാണ് പാങ്കോങ്. അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് പാങ്കോങ് എന്ന് പറയുന്ന ഈ പാങ്കോങ് സു എന്ന് പറയുന്ന പാങ്കോങ് തടാകം. ഇതൊക്കെ ഇന്ത്യയുടേതാണ്. ഇതിൻ്റെയും അപ്പുറത്ത് കാണുന്ന പർവ്വതനിരകളൊക്കെ ചൈനയുടേതാണ്. ഓക്കെ, ഈ തൊട്ടടുത്ത് കാണുന്നതൊക്കെ ഇന്ത്യൻ പർവ്വതനിരകളാണ്, ലഡാക്കിൽപ്പെട്ടത് തന്നെയാണ്. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചയാണ് ഈ പാങ്കോങ് തടാകം. അതിനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന പർവ്വതനിരകൾ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല. എന്താ ഞാൻ പറയുക, നമുക്ക് ഈ സമ്മറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ കോട്ടേജുകൾ കിട്ടും. ഈ തടാകത്തെ നോക്കി ഇങ്ങനെ ഇരിക്കാം നമുക്ക്. ആ കോട്ടേജുകൾ പക്ഷേ വളരെ എക്സ്പെൻസീവാണ്. വിൻ്ററിൽ എന്തായാലും കിട്ടില്ല. വിൻ്ററിൽ ഇങ്ങോട്ട് വരാൻ തന്നെ വലിയ പാടാണ്, ബുദ്ധിമുട്ടാണ്, റിസ്ക്കാണ്, വെരി റിസ്ക്കിയാണ് വിൻ്ററിലെ യാത്ര. സമ്മറിൽ പക്ഷേ നമുക്ക് സുഖമായിട്ട് വന്ന് ഒരു ദിവസമൊക്കെ താമസിച്ചിട്ട് ഞങ്ങൾ പാങ്കോങ്ങിൽ നിന്ന് കുറച്ചുകൂടെ അകലെ പോയിട്ടാണ് ഞങ്ങൾ താമസിച്ചത്. അതും മനോഹരമായ ഒരു അനുഭവമായിരുന്നു. അങ്ങ് കാണുന്നത് ചൈനയാണ്. ഈ വലതുവശത്തേതൊക്കെ ഇന്ത്യൻ പർവ്വതനിരകളാണ്, ഇടതുവശത്തേത് ചൈനയുടേതാണ്. അതെല്ലാം ചൈനയുടേതാണ്, ചൈനയുടെ കൺട്രോളിലാണ്. ലൈൻ ഓഫ് കൺട്രോൾ തടാകത്തിന് ഉള്ളിലൂടെയാണ് കടന്നു പോകുന്നത്. 10% പാങ്കോങ് തടാകത്തിൻ്റെ ഏരിയ ഇപ്പോഴും ലൈൻ ഓഫ് കൺട്രോൾ ഡിസ്പ്യൂട്ട് തന്നെയാണ്. ഇപ്പോഴും ചൈനയായിട്ട് നമ്മൾ പ്രശ്നത്തിലാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ ശക്തമായ നമ്മുടെ പട്ടാളം ഈ
നമ്മുടെ അവകാശമായി തടാകത്തെ അവർ ശരിക്കും സംരക്ഷിക്കുന്നുണ്ട്. അല്ലെ അവന്മാർ കയ്യേറും. അവന്മാർ അത്രയും മോശമാണ് ചൈനക്കാർ. അപ്പോൾ നീല നിറമായിട്ടും പച്ച നിറമായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടും. വിവിധ വർണ്ണങ്ങൾ ആയിട്ടാണ് നമുക്കിത് അനുഭവപ്പെടുക. അതിൻ്റെ ഉപരിതലം തടാകത്തിൻ്റെ ചിലപ്പോൾ പച്ച നിറമായിട്ട് തോന്നും, ചിലപ്പോൾ ബ്ലൂ ആയിരിക്കും, ഡീപ്പ് ബ്ലൂ ആയിരിക്കും. ഇത് സാൾട്ട് വാട്ടർ ലേക്കാണ്. അത് ഒരു പ്രത്യേകതയാണ്. ഇത്രയും ഉയരത്തിൽ ഏകദേശം 13,000 അടി സമുദ്ര ലെവലിൽ നിന്നും ഉയരത്തിലുള്ള ഈ തടാകത്തിലെ വെള്ളം സാൾട്ട് വാട്ടറാണ്, ഉപ്പുവെള്ളമാണ്. അത് ചൈനയാണ് കേട്ടോ. ആ പർവ്വത നിരകളൊക്കെ ചൈനയിലാണ്. വാവ്. ഒന്ന് ഞാൻ സൂം ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്കും എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്. നിങ്ങളാ ശ്രദ്ധിച്ചോ, ആ പർവ്വതങ്ങളുടെ ചിത്രം വരച്ചതുപോലില്ലേ, എന്തൊരു ഭംഗിയാണെന്ന് കണ്ടോ. അത് സൂം ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം വെളിപ്പെടുന്നത്. വാവ്. പതിമൂന്നായിരം അടി ഉയരത്തിലെ ലോകത്തെ ഏറ്റവും ഉയരമുള്ളൊരു അത്ഭുതമാണത്. പാങ്കോങ് റിവർ, നീലത്തടാകം. ഭൂമിയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു അത്ഭുതം, മഹാത്ഭുതം. അങ്ങോട്ടൊന്നും നമുക്ക് പ്രവേശനമില്ല, കാരണം അവിടെയൊക്കെ മിലിറ്ററിയുടെ കൺട്രോളിലാണ്. കാരണം അപ്പുറത്ത് അപകടകാരിയായ ചൈന ആയതിനാൽ വിസിറ്റേഴ്സിനൊന്നും ഇവിടുന്ന് അങ്ങോട്ട് ബോട്ട് യാത്ര പോലുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഏത് നിമിഷവും ചൈനീസ് പട്ടാളം അവരുടെ മേഖലകളിൽ അവരും ശക്തമായ കാവലും പെട്രോളിങ്ങും ഒക്കെ നടത്തുന്നുണ്ട്. നമ്മുടെ ആർമിയും ഉണ്ട് അവിടെ ശക്തമായ പെട്രോളിങ്ങും കാവലുമായിട്ട്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പാങ്കോങ് തടാകത്തിലെ